കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ സുതാര്യതയും വിശ്വസ്തതയും പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന അതീവ ഗുരുതരമായ ക്രമക്കേടുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്ക് നടന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട റാങ്ക് പട്ടികയിലെ ക്രമക്കേടുകൾ വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ദീർഘകാലമായി നടക്കുന്ന വലിയൊരു അട്ടിമറിയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന സംശയമാണ് പൊതുസമൂഹത്തിൽ ശക്തമാകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിന് 3ാം വട്ടവും തുടർച്ചയായ ഭരണം ലഭിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസത്തിന്റെ മറവിലാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ PSCയിലെ ചില ഔദ്യോഗിക അംഗങ്ങളും ഭരണാനുകൂല സംഘടനാ നേതാക്കളും ഉദ്യോഗസ്ഥരും ചേർന്ന് വ്യാപകമായ അട്ടിമറികൾ ആസൂത്രണം ചെയ്തതെന്ന വിവരങ്ങൾ ഉദ്യോഗാർത്ഥികളെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നു. മെരിറ്റും സുതാര്യതയും പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ട് നടന്ന ഈ വഴിവിട്ട ഇടപാടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിന്റെ പൊതുഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യത തന്നെയാണ് തകർന്നടിയുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രൂപീകരിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ KAS അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർ, DYSP തുടങ്ങിയ അതീവ സുപ്രധാനമായ തസ്തികകളിലേക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ PSC നടത്തിയ പരീക്ഷകളും അഭിമുഖങ്ങളും ഇപ്പോൾ കടുത്ത സംശയ നിഴലിലാണ് നിലനിൽക്കുന്നത്. മുൻപ് തന്നെ ഈ ഉന്നത തസ്തികകളിലെ റാങ്ക് പട്ടികൾക്കെതിരെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അന്നൊക്കെ അതിനെല്ലാം വെറും രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് PSCയും ഭരണകൂടവും ചെയ്തത്. എന്നാൽ ആസൂത്രണ ബോർഡിലെ പുതിയ ക്രമക്കേടുകൾ പുറത്തു വന്നതോടെ മുൻകാലങ്ങളിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ പരാതികൾക്കും പുതിയൊരു രാഷ്ട്രീയ ഫലവും തെളിവുകളുടെ അടിത്തറയും കൈവന്നിരിക്കുകയാണ്. ഇത് ഭരണകൂടത്തിന് ഇനി അത്ര എളുപ്പത്തിൽ അവഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഉദ്യോഗാർത്ഥികളെ തൃപ്തിപ്പെടുത്താൻ മാത്രം എല്ലാ ആരോപണങ്ങളെയും സ്ഥിരമായി തള്ളിക്കളയാറുള്ള PSCക്ക് ഇത്തവണ മറ്റു വഴികളില്ലാതെ അന്വേഷണത്തിന് തയ്യാറാകേണ്ടി വന്നത് തന്നെ സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. KAS അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർ തുടങ്ങിയ തസ്തികകളുടെ റാങ്ക് പട്ടികകളിൽ ഭരണകക്ഷിയിലെ പ്രവർത്തകരും അനുഭാവികളും വൻതോതിൽ കടന്നുകൂടിയതായി മുൻപ് തന്നെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. പരീക്ഷാ പ്രക്രിയയുടെ പ്രാഥമിക ഘട്ടങ്ങളിൽ പോലും കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ തക്കവണ്ണം അണിയറയിൽ ശക്തമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന വാദങ്ങൾക്കാണ് ഇപ്പോൾ ശക്തി കൂടിയിരിക്കുന്നത്. കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളോളം പഠിക്കുന്ന സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളെ പൂർണ്ണമായും ജനറൽ പൂളിൽ നിന്ന് പുറന്തള്ളിക്കൊണ്ട് രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം സിവിൽ സർവീസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ വ്യവസ്ഥാപിതമായ ശ്രമം നടക്കുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇത്തരം പ്രവണതകൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നിഷേധിക്കുക മാത്രമല്ല, മറിച്ച് ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള ജനങ്ങളുടെ ആദരവ് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ അട്ടിമറികൾക്കായി PSCയുടെ പരീക്ഷാ ചട്ടങ്ങൾ പോലും ഉദ്യോഗസ്ഥ തലത്തിൽ കാറ്റിൽ പറത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായ വസ്തുത. PSC നിയമപ്രകാരം ഒരു പരീക്ഷയുടെ അഭിമുഖം പൂർത്തിയാകുന്നതിന് മുൻപായി അതിലെ രേഖാമൂലമുള്ള പരീക്ഷയുടെ മാർക്കുകൾ ഒരു കാരണവശാലും പ്രസിദ്ധീകരിക്കുവാനോ പുറത്തുവിടാനോ പാടുള്ളതല്ല. എന്നാൽ പല പരീക്ഷകളുടെയും മാർക്കുകൾ അഭിമുഖത്തിന് മുൻപ് തന്നെ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് PSC അംഗങ്ങൾ സ്വന്തം കൈവശപ്പെടുത്തുന്നത് പതിവാക്കി മാറ്റിയിരുന്നു. ഇത്തരത്തിൽ മുൻകൂട്ടി മാർക്കുകൾ മനസ്സിലാക്കുന്നത് വഴി തങ്ങൾക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ അഭിമുഖത്തിൽ കൂടുതൽ മാർക്ക് നൽകി അവരെ റാങ്ക് പട്ടികയുടെ മുൻനിരയിൽ എത്തിക്കാൻ ചില PSC അംഗങ്ങൾക്ക് എളുപ്പത്തിൽ സാധിച്ചു. ഇത് പരീക്ഷാ പ്രക്രിയയെ വെറുമൊരു പ്രഹസനമാക്കി മാറ്റി. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്ക് നടന്ന വിവാദമായ അഭിമുഖ പരീക്ഷയിൽ തങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 3 PSC അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയത് ഈ രാഷ്ട്രീയ ഇടപെടലിന്റെ ആഴം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുള്ള അമിതമായ സമ്മർദ്ദവും തങ്ങൾക്ക് താല്പര്യമുള്ള ചില ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് നൽകണമെന്ന ആവശ്യവുമാണ് ഈ അംഗങ്ങളെ ഇത്തരം ഒരു നിലപാടിലേക്ക് നയിച്ചത്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന PSC അംഗങ്ങളെ പോലും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഭരണ നേതൃത്വം എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവം. തങ്ങളുടെ ആജ്ഞാനുവർത്തികളായ ഉദ്യോഗാർത്ഥികളെ തിരികെ കയറ്റാൻ രാഷ്ട്രീയ നേതൃത്വം എത്രമാത്രം അധപതിച്ചു എന്ന ഈ വെളിപ്പെടുത്തലുകൾ അടിവരയിടുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ ജൂൺ 18 നടന്ന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയിലും അതീവ ഗുരുതരമായ നടപടിക്രമ ലംഘനങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ മുൻകൂട്ടി അറിയിക്കാതെ അവസാന നിമിഷം സിലബസിൽ മാറ്റം വരുത്തുകയും മാർക്ക് വെയിറ്റേജ് അശാസ്ത്രീയമായി പരീക്ഷിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പരീക്ഷാ നടത്തിപ്പിലെ ഈ അപ്രതീക്ഷിത മാറ്റങ്ങൾ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ തയ്യാറെടുപ്പുകളെ പൂർണ്ണമായും തകിടം മറിക്കുന്നതായിരുന്നു. ആർക്കോ വേണ്ടി പരീക്ഷാ രീതികൾ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ മാറ്റി എഴുതപ്പെട്ടു എന്ന സംശയമാണ് ഇത് ജനിപ്പിക്കുന്നത്. ഈ റിസർച്ച് ഓഫീസർ പരീക്ഷയിലെ ഏറ്റവും വിചിത്രവും സംശയാസ്പദവുമായ കാര്യം അതിലെ ചോദ്യപേപ്പറിന്റെ ഘടനയായിരുന്നു. ആകെയുള്ള 100 ചോദ്യങ്ങളിൽ 54 ചോദ്യങ്ങൾക്കും ശരിയുത്തരമായി നിശ്ചയിച്ചിരുന്നത് B എന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമായിരുന്നു എന്നത് പരീക്ഷാ സുതാര്യതയും പൂർണ്ണമായും തമാശയാക്കുന്ന ഒന്നാണ്. ഒരു മത്സര പരീക്ഷയിൽ ഇത്രയധികം ചോദ്യങ്ങൾക്ക് ഒരേ ഓപ്ഷൻ തന്നെ ഉത്തരമായി വരുന്നത് യാദൃശ്ചികമല്ലെന്നും മറിച്ച് പരീക്ഷ എഴുതുന്ന ചില പ്രത്യേക വ്യക്തികളെ സഹായിക്കാൻ മനഃപൂർവ്വം തയ്യാറാക്കിയ പാറ്റേൺ ആണെന്നുമാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്.
PSCയുടെ ചോദ്യപേപ്പർ നിർമ്മാണ സമിതിയുടെ ഗുണനിലവാരത്തെയും നിഷ്പക്ഷതയെയും ഈ സംഭവം വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നു. ഭരണഘടനാപരമായ സ്വയം ഭരണാധികാരമുള്ള ഒരു പൊതു റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന വ്യവസ്ഥാപിതമായ തകർച്ചയാണ് കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥാപനം രാഷ്ട്രീയ വിധേയത്വം പുലർത്തുന്നവരുടെ പുനരധിവാസ കേന്ദ്രമായി മാറുമ്പോൾ സാധാരണക്കാരന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളാണ് ധ്വംസിക്കപ്പെടുന്നത്. യോഗ്യതയുള്ള യുവാക്കൾക്ക് അവസരം നിഷേധിക്കപ്പെടുകയും രാഷ്ട്രീയ ശുപാർശയുള്ളവർ സിവിൽ സർവീസിന്റെ തലപ്പത്ത് വരികയും ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ ഭാവി ഭരണ നിർവഹണത്തെ വലിയ പ്രതിസന്ധിയിലാക്കും. ഇത് കേവലം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു തർക്ക വിഷയമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ്. സിവിൽ സർവീസിന്റെ തലപ്പത്തേക്ക് രാഷ്ട്രീയ യജമാന്മാരോട് കൂറുള്ള ഉദ്യോഗസ്ഥരെ മാത്രം തിരികെ കയറ്റുന്നത് സംസ്ഥാനത്തിന്റെ നയരൂപീകരണത്തെയും ഗുണപരമായി ബാധിക്കും. കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥർക്ക് പകരം ഇത്തരം വഴിവിട്ട മാർഗങ്ങളിലൂടെ ഉന്നത പദവികളിൽ എത്തുന്നവർക്ക് ജനങ്ങളോടല്ല, മറിച്ച് തങ്ങളെ അവിടെ എത്തിച്ച രാഷ്ട്രീയ നേതാക്കളോട് മാത്രമായിരിക്കും ഉത്തരവാദിത്വം. ഇത് ഭരണ നിർവഹണത്തിൽ അഴിമതിയും പക്ഷാപാതപരതയും വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. പൊതുജനക്ഷേമത്തിനായി നടപ്പിലാക്കേണ്ട നയങ്ങൾ പോലും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയ്ക്ക് വിധേയമായി മാറ്റിയെഴുതപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് കാര്യങ്ങളെ എത്തിക്കും. കേരളത്തിന്റെ അഭിമാനമായിരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയും സിവിൽ സർവീസും ഒരു കാലത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്നു. എന്നാൽ ഇത്തരം ആവർത്തിച്ചുള്ള പരീക്ഷാ ക്രമക്കേടുകളും അട്ടിമറികളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിന്റെ ഉദ്യോഗസ്ഥ ശൃംഖലയ്ക്കുള്ള പ്രതിച്ഛായയെ മലിനമാക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കടുത്ത നിരാശയും ഭരണകൂട വിരുദ്ധ വികാരവും വളർത്താൻ മാത്രമേ ഇത്തരം തെറ്റായ പ്രവണതകൾ കാരണമാകൂ. ഒരു ജനാധിപത്യ സർക്കാരിന് തങ്ങളുടെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയൊരു പരാജയം വേറെ ഉണ്ടാകില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേവലമായ വകുപ്പ് തല അന്വേഷണങ്ങൾ കൊണ്ട് മാത്രം ഉദ്യോഗാർത്ഥികളെയും പൊതുജനങ്ങളെയും ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കില്ല. PSCക്ക് അകത്തുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രവും നിഷ്പക്ഷവുമായ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ഇവിടെ അടിയന്തരമായി ഉണ്ടാകേണ്ടത്. മുൻകാലങ്ങളിൽ നടന്ന KS ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളുടെയും ഡിജിറ്റൽ തെളിവുകളും മാർക്ക് ലിസ്റ്റുകളും പുനഃപരിശോധിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുവാനും PSC എന്ന സ്ഥാപനത്തിന്റെ പവിത്രത വീണ്ടെടുക്കുവാനും സാധിക്കുകയുള്ളൂ. പരീക്ഷാ നടത്തിപ്പിലും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലും ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പൂർണ്ണമായ ഡിജിറ്റൽ സുതാര്യത കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയും ഓപ്ഷൻ അട്ടിമറികളും തടയാൻ തക്കവണ്ണം ശാസ്ത്രീയമായ പരിഷ്കരണങ്ങൾ PSCയിൽ നടപ്പാക്കണം. പരീക്ഷാ തീയതികൾ നിശ്ചയിക്കുന്നത് മുതൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ സുതാര്യമായിരിക്കണം. ഇതിനായി ശക്തമായ ഒരു പബ്ലിക് ഓഡിറ്റിംഗ് സംവിധാനം PSCക്ക് മേൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സ്ഥാപനപരമായ വീഴ്ചകളെയും അഴിമതികളെയും തുറന്നു കാട്ടേണ്ടത് ശക്തമായ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഏത് ശക്തിക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ പൊതുസമൂഹം തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഭാവി തലമുറയ്ക്കെങ്കിലും അർഹതപ്പെട്ട തൊഴിലവസരങ്ങൾ സുതാര്യമായ രീതിയിൽ ലഭ്യമാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ കഠിനാധ്വാനത്തെ വിലമതിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമുക്ക് ആവശ്യം. വിയർപ്പൊഴുക്കി പഠിച്ച് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്താൻ അനുവദിക്കുന്നത് ജനാധിപത്യത്തിന്റെ നേരെയുള്ള വെല്ലുവിളിയാണ്. ഈ വിഷയത്തിൽ കൃത്യമായ സ്ഥാപനപരമായ ഉത്തരവാദിത്വം ഭരണാധികാരികൾ ഏൽക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ഭരണ സംവിധാനത്തെയും യുവാക്കളുടെ ഭാവിയെയും ബാധിക്കുന്ന ഈ അതീവ നിർണായക വിഷയത്തെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെയും ഉത്തരവാദിത്തോടെയും ചിന്തിക്കാൻ ഓരോ പൗരനും തയ്യാറാകേണ്ടതുണ്ട്. നിശബ്ദത പാലിക്കുന്നത് ഇത്തരം അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിഷ്പക്ഷമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ നിർണായകമായ ജനാധിപത്യ ചർച്ച സമൂഹത്തിൽ സജീവമായി നിലനിർത്താൻ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.